ഹലോ ഗൈസ്, ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് 3-ാം തീയതി. ഞങ്ങൾ ഫാമിലി എല്ലാവരും വീട്ട് ട്രിപ്പ് പോവാണ്, ആലപ്പുഴ ഹൗസ് ബോട്ടിന്. അപ്പം ഞാനിപ്പോൾ എറണാകുളത്താണ്, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ല. ഇത് ഇന്നലെ സഡൻ ആയിട്ടൊരു പ്ലാനായിരുന്നു. ഇന്നലെ രാവിലെ 9 മണി രാവിലെ ഇപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ട്രിപ്പ് പോവാണ്, ഓഫീസിന് ലീവ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലീവ് എടുത്ത്. അപ്പോൾ അവരെല്ലാവരും കൂടി അവിടെ നിന്ന് ട്രാവൽ എടുത്ത് വരുന്നുണ്ട്. ഞാൻ എറണാകുളത്തിന് കയറും. അപ്പം അവരോട് പങ്കമാലി അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് അവരോട് എത്തും. ഇവിടെ എത്തില്ല, ഞാൻ എടപ്പള്ളി ലുലു പോയി കയറണം. അപ്പോൾ ആലപ്പുഴ പോയിട്ട് വരാം. ഏത് പാട്ട്? അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി വഴിവേറെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പലനേരിൻ പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാതെ നിന്റെ നരക്കം പൂരുമിനുക്കം ചെറുമയക്കം അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി വഴിവേറെ നിൽക്കും ഇഷ്ടം കൂടെ പോലെ ഓ കളയാടി കാണാൻ ഞങ്ങള് ആലപ്പുഴ എത്താനായി. ഓർമ്മയില്ല, മുമ്പത്തെ ബ്ലോഗിൽ മിറാക്കിൾ പോയി. അത് ഷേക്കുട്ടി ഇത് ഇവിടെ ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഞാൻ അത് വിശ്വസിച്ചില്ല. കൈപ്പണി അതെ, ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ഇതവിടെ ഉണ്ടാക്കിയതാണ്, ഞാൻ ആദ്യം വിശ്വസിച്ചില്ല കഴിച്ചു. പിന്നെ ഇവരെല്ലാരും പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത്. അത് സിദ്ധു കഴിഞ്ഞ വീട്ടിൽ ഷർട്ടിലാക്കി ചെക്കൻ. ഇത് സോനു. ഞങ്ങള് ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഹൗസ് ബോട്ടിൽ പോകണം. ഇത് കണ്ടാലോ അല്ല ആലപ്പുഴ ഇനി മേമയ്ക്കോ? ഞങ്ങള് ഹൗസ് ബോട്ടിലേക്ക് നടക്കാണ്. 11 മണിയെന്ന ടൈം പറഞ്ഞ. ഞങ്ങൾ ഇത്തിരി ലേറ്റ് ഇല്ല, കറക്റ്റ് 11 മണി ആയിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ആയിരിക്കും. ഓക്കെ, എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല അത്. സോറി. ഓക്കെ, ഇനി ഇവിടുന്ന് ഇത്ര 2 മിനിറ്റ് നടക്കാനുണ്ടെന്നാണ് കിട്ടിയത്. ഓക്കെ, ഞങ്ങള് നടന്ന് പോട്ടെ. അതെ, സൺസ്ലാപ്ഡ്. സാരംഗ് ഒഴുകി വരുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് എത്ര വണ്ടി നടന്നു വരുന്നേ? അതെ, കറക്റ്റ് ആണല്ലോ. ഞങ്ങൾ വന്ന വണ്ടി ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ഞങ്ങൾ വെറുതെ നടക്കണം. 2 മിനിറ്റ് നടക്കണ്ട്. ഭയങ്കര വെയിലാണ് ഇവിടെ. ക്യാമറ നല്ല രസമുണ്ട് കാണാൻ. വെയിലടിച്ചിട്ടല്ലേ, നല്ല ലൈറ്റിംഗ് ഉണ്ടോ? ഞങ്ങൾ പോട്ടെ, ഫ്രഷ് ആവണം. അതെ, ഓക്കെ. അവിടെ ദൂരം നോക്കുമ്പോ ഒരു കായൽ വെള്ളം കാണുന്നുണ്ട്. അപ്പൊ എത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ കയറുമ്പോ കാണിച്ചുതരാം. ഇനിയിപ്പോ ഒരു ദിവസം നിക്കണില്ല. ഞങ്ങള് ഒരു 11 മണി to 5 മണി വരെയാണ് പരിപാടി. ഉറങ്ങുന്നില്ല. ഇവളുറങ്ങും. കാരണം ഞങ്ങൾ നേരത്തെ നീച്ചുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും 6 മണിക്ക് നീച്ചാൽ മതിയായിരുന്നു. ഈ ജന്തുക്കളെല്ലാം കൂടി രാവിലെ പുലർച്ചെ 4:30 എന്നെ വിളിച്ചു. നല്ല രസമുണ്ട്. ഇതാരാ ഞങ്ങളിങ്ങനെ കറക്റ്റ് ടൈമിൽ എത്താറില്ലാത്തതാ. 11 മണി പറഞ്ഞാൽ 12 മണിക്ക് ഞങ്ങൾ എത്തേണ്ടത്. പക്ഷെ ഈ പ്രശ്നം എന്താണെന്നറിയില്ല. അല്ല 11 അല്ല, നമ്മുടെ ഒരു സാധാരണ ഒരു ഇത് പറഞ്ഞാൽ ഞാൻ ഇന്നെല്ലാം ടു ഫാസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എത്താറായി. എത്തി.
അവരവിടെ ഉണ്ട്. ആ ഉണ്ട്. ഇതിലേതാണ് ഹോസ്പിറ്റൽ ഞങ്ങൾ തിരയട്ടെ. ആ ട്വിൻസ് ആണോ? ആ ഓക്കെ. എൻ്റെ മമ്മീജി എൻ്റെ ബാക്കി എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. ഫോട്ടോ കണ്ടത്ര വലുപ്പമല്ലല്ലോ. ഇതിലേതാ ഓസിസ് സ്കൂൾ. ഇതാണ് നമ്മുടെ ഇതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ട്. തുറക്കാനാണേ എല്ലാരും ഉണ്ട്. അമ്മ ഒരു മിനിറ്റ് സുന്ദരനായിണ്ട്. ഓക്കെ വർഷേച്ചിന്റെ അതൊക്കെ അവരായിരിക്കും. കുഞ്ഞു കയറിയല്ലോ. നോക്കട്ടെ, തല തട്ടിയേ വയറുമ്പോ നോക്കട്ടോ. കുഞ്ഞോ കണ്ണുമ്പോ തട്ടണം. ഓക്കെ ഇവിടെ ചെരുപ്പൂരം പറഞ്ഞത്. ഓക്കെ ഇതാണ് ഒരു റൂം. ലൈറ്റ് അപ്പുറത്ത് അല്ല, ഇവിടെ ലൈറ്റ് കാണിച്ചുതരാം. നല്ല ഇത് തുറന്ന ബോട്ട് എടുത്ത ഇതാ ഇവിടെ വേറൊരു ഹൗസ് ബോട്ട് ഉണ്ട്. ഇനി ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട്. വാഷ് ബേസ് ഇവിടെയാണ് രണ്ടാമത്തെ റൂം. ഇതാണ് രണ്ടാമത്തെ റൂം ഗൈസ്. നല്ല തണുപ്പുണ്ട്. ഭയങ്കര ചൂടായിരുന്നു, ഇപ്പൊ നല്ല തണുപ്പായി. ഇനി ഓക്കെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട് ഗൈസ്. വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് വരട്ടെ. അതിനാണ് മെയിനായിട്ട് ഞാൻ വന്നത്. എന്താ വെള്ളം അത് പിന്നെ കുടിക്കാതെ അതിന് ഇന്നിട്ട് പോവാണ്. ഹായ് പറ. കളഞ്ഞില്ല. യൂട്യൂബിലൊക്കെ വരും. അതെ എന്തെങ്കിലും പറയാ. എന്ത് പറയാതെ ഒന്നും പറയാനില്ല. സന്തോഷായി. ഹൗസ് ബോട്ട് എങ്ങനെയുണ്ട്? നന്നായി. വെള്ളം എങ്ങനെ ഉണ്ടായിരുന്നു? വെള്ളം നന്നായി, ഞാൻ കുടിച്ചു. ഓക്കെ അടിപൊളിയായി. അച്ഛമ്മ അടിപൊളിയുണ്ട്. ഇതാണ് മേരെ മമ്മീജി. മമ്മീജിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ മമ്മീജിനെ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ആരൊക്കെ അന്നേരം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അമ്മേനോട് തെറ്റി 2 ദിവസം. അമ്മേനോട് തെറ്റിന്റെ ചീത്ത ഫോൺ വിളിച്ച് ചീത്ത പറഞ്ഞു. അമ്മ ഞാൻ വ്ളോഗിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞു സേ ഹായ്. അപ്പൊ ഇനി ഇതിന്റെ അപ്സ്റ്റേഴ്സ് പോവാൻ നമുക്ക്. അപ്സ്റ്റേഴ്സ് കൊള്ളാം, പക്ഷെ ഉണ്ടല്ലോ വണ്ടി എടുത്താൽ ഇതിന് രസം ഉണ്ടാവുള്ളൂ. അതെ വണ്ടി എടുത്താൽ ഇതിന് രസം കാണുള്ളൂ. മുഖാകെ ഇതായി. ഇതിപ്പോ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അല്ല അതിന്റെ മേലെ വണ്ടി എടുത്തിട്ട് കാണിച്ചു തരാം. ഇതിന്റെ മേലെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ രസമില്ല. ഇപ്പൊ രസമില്ലടി ഇങ്ങനെ വണ്ടി എടുക്കാൻ കാര്യം. മേലെ ഒന്നുമില്ല, വണ്ടി എടുത്താലേ രസമുള്ളൂ. ഓക്കെ ഇനി താഴത്ത് പോട്ടെ. മേലെ ഒന്നുമില്ല, മേലെ ഒരു
ഇവിടെ കടന്നോളൂ. ഇവിടെ കടന്നു. അല്ല അപ്പുറത്തെ റൂം മേലെ മറ്റേ ഓക്കെ സിധുവിന്റെ പുതിയ ലുക്ക് ഒരിക്കലും നിർത്തി സമാധാനമായപ്പോൾ അടുത്ത് തുടങ്ങിയതാ. ആരെങ്കിലൊക്കെ വേണ്ടേ പിന്തുടരാൻ? ഹലോ ആണോ 25+ ഹലോ ഗായ്സ് ഇല്ലേ സാർ നമുക്ക് തരാം 10 വയസ്സിന് അന്തമുള്ള ഓക്കെ അപ്പൊ ഇതെന്തെടുക്കാത്ത ഞാൻ ചീർപ്പെടുത്തിട്ടില്ല. ഞാൻ എടുത്തോന്ന് ഞാൻ ചോദിച്ചു. അതെ ബോക്സ് കൊണ്ട് വന്നെ അതിൽ ചെരുപ്പില്ല, ബാക്കി എല്ലാം അല്ല ഇത് 11 മണിക്ക് എടുക്കുന്നാണ് പറഞ്ഞത്, പക്ഷെ ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പൊ സമയം 11:15. ഇതുവരെ ബോട്ട് എടുത്തിട്ടില്ല. നമ്മൾ ലേറ്റ് ആയതുകൊണ്ടല്ല, കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട്. അതെ ബോട്ട് എടുത്തു. എല്ലാരും ഈ റൂമിലാണുള്ളത്. അതെ കണ്ടു പറയാം, ഇവിടെ ഒരു തരി പോലും ഞാൻ വൈഫൈന്റെ കാര്യം ചോദിച്ചോക്കടി. അവിടെ ആരാ? അച്ഛൻ റിലാക്സിംഗ് മോഡിലാണ്. ഓക്കെ, നമുക്ക് റിലാക്സ് ചെയ്യാം. ബോയ് ഇന്നെന്ത് ഫേഷ്യൽ തന്നെ പറ. ശാന്തമ്മ ഫേഷ്യല് അല്ലല്ല, ഇന്ന് വേറെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഞാൻ പാടിയല്ല വരിക, മറ്റേത് പാടില്ല വരിക. സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ പാടിയായിരുന്നാണ് അല്ലേ? ഏത് സീസൺ ആയിരുന്നു? അതോടൊപ്പം സീസൺ നിർത്തിയില്ലേ? പിന്നെ പരിപാടി നടന്നില്ലല്ലോ. നമ്മള് പാട്ട് പാടാൻ പോയിരുന്നാണ് പറയുന്നത്, പക്ഷെ അന്നത്തോടെ ആ സീസൺ നിർത്തി. പിന്നെ അവര് പരിപാടി വെച്ചിട്ടില്ല. അതെന്താ അറിയോ, എന്റെ പരിപാടി കൊണ്ട് അവർക്ക് അത്യാവശ്യം അതല്ല, അന്ന് നാട്ടുകാരെ കൂടി സ്റ്റേജ് തല്ലി പൊളിച്ചു. Say hi. Say hi. Amma say hi. Hi. Say hi. അവൻ say hi ഇല്ല, thumbs up. Oh. അമ്മായിയുടെ ഏതാ പാട്ടിട്ടെ? മറ്റേ കായലിന് ഹലോ. ആ ക്യാമറ രക്ഷപ്പെടാൻ ചെയ്യണ്ടേ?
ഹലോ ഗായ്സ്. അപ്പൊ ഇതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ 1 മണിക്കൂറായി. 1 മണിക്കൂർ 11 മണി 11:15 തുടങ്ങിയപ്പോ 1 മണിക്കൂറായി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടെന്ന് അറിയില്ല. അതെ, ഫോട്ടോ എടുക്കുന്നതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മൈക്കും മറ്റേ സ്പീക്കർ എല്ലാം കൂടി കൊണ്ടുവരും പാട്ട് പാടാൻ വേണ്ടി. ശാന്തമ്മയുടെ ഒരു പാട്ടുണ്ട്, വിറാറ്റ് ബോയുടെ ഒരു പാട്ടുണ്ട്. എല്ലാരും ഇവിടെ പാടും. ഇനി വേറൊരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി ഇല്ല ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതാണ് വേറെ ബാൽക്കണി. ഇതാ ഞാൻ പറഞ്ഞില്ലേ എടുത്തിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞ ബാൽക്കണി. ഇതാ വണ്ടി എടുത്തിട്ട്, വണ്ടിയല്ല സോറി ബോത്ത്. ഇവിടെ പക്ഷെ ഭയങ്കര വെയിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ അധികം നേരം നിക്കാൻ പറ്റില്ല, ഭയങ്കര വെയില്. ഇവർക്കൊക്കെ അത് ഭയങ്കര പുത്തിരി ആയിരിക്കും അല്ലേ? ഇവർക്കൊക്കെ ഹോസ്പോട്ട് ഭയങ്കര ഒരു ഇതില്ല, ഉണ്ടാവില്ല. പുതിയൊരു ഇതില്ലാന്ന് കണ്ടൊരു ഇതില്ലാന്ന്. ഇത് കണ്ടിട്ട് ഒരു പുത്തിരില്ലാണ്ട് ആവില്ലേ? ആ ഇവിടെ ഉള്ളവർ അതെ, ഞങ്ങൾക്കത് എന്ത് അല്ല, അടിപൊളിയാ. ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സ്. ഓക്കെ, നമുക്ക് ടാൻ അടിക്കും ഇവിടെ വെയിലെന്നാ. ഇതേ ഒരു 3 മണി 4:30 ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും. ഓക്കെ, ഇപ്പൊ ഗൈസ് ആകെ എക്സോസ്റ്റഡ് ആയി ഇപ്പൊ തന്നെ, വയ്യാണ്ടേ. ഇവിടെ മാത്രമേ AC ഉള്ളൂ, മേലെ ഭയങ്കര ചൂടാണ്. അപ്പൊ ഞങ്ങൾ AC കൊണ്ട് തണുപ്പിച്ചിട്ട് മേലെ പോകാന്നോർത്ത് മുടി ഒന്ന് കെട്ടണം, അത് ചപ്പറയിട്ടുണ്ട്. ഓക്കെ ബൈ. ഇവിടെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറാൻ പോവാണ്. ഇതില് നിർത്തി തരും സൈഡില്, ഒരു സൈഡിൽ നിർത്തി തരും. അപ്പൊ ഞങ്ങൾ സൈഡ് ബോട്ടിൽ കയറാണ്, അല്ല സോറി സ്പീഡ് ബോട്ടിൽ കയറാണ്. ഹായ് സ്പീഡ് ബോട്ട്. ഓക്കെ, അപ്പൊ ഞങ്ങള് നിർത്തട്ടെ ഗൈസ്. ഓക്കെ ബൈ. ഹലോ ഗൈസ്, സേ ഹായ്. പിന്നെ ആലോചിച്ച് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ട്ടോ. പിന്നെ റിഗ്രറ്റ് അടിക്കുക. അങ്ങനെ പേടിയില്ലാത്ത സാന്ദ്ര. അപ്പൊ ഞങ്ങള് ഇവനാണ് ഏറ്റവും കൂടുതൽ നനഞ്ഞിരിക്കുന്നത്. സച്ചു എങ്ങനെയുണ്ട്? നാട്ടിലുണ്ടായിരുന്ന വെള്ളത്തിന് സാഗ. ഈ ചേട്ടന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ചിന്നുവിന്റെ 20ാമത്തെ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത റൗണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി വന്നായിരുന്നു ചേട്ടൻ. എടുക്കട്ടെ, അടുത്ത് ഫോൺ എടുത്തേക്കട്ടെ, അല്ലെങ്കിൽ ഫോൺ തോട്ടിക്കിടക്കും. ഓക്കെ ബൈ. കഴിഞ്ഞു ഗൈസ്. ഇതിൽ കയറിയ അഭിപ്രായം സച്ചുവിനോടാണ് ചോദിക്കേണ്ടത്. ആ പൈസ എടുത്തേക്ക്. ഓക്കെ, ഞങ്ങൾ ബോട്ടിൽ കൊടുന്ന് എത്തിച്ചിട്ടുണ്ട് ചേട്ടൻ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡ്രഫ്റ്റിംഗ് ഒക്കെ നല്ലതായിരുന്നു. ഇതിപ്പോ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ആരാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഏറ്റവും നല്ലത് എന്റെ തലമുടി ഞാൻ അധികം വെള്ളം അടിച്ചത് വായ കുടിച്ചു. ഏറ്റവും കൂടുതൽ നല്ലത് വൈശാഖേട്ടാണ്. നോക്കുക, ഈ ഏറ്റവും കൂടുതൽ തന്നെ വൈശാഖേട്ടനാണ്. ഞാൻ എന്റെ തലമുടി മാത്രം കണ്ടിട്ടുള്ളൂ. എന്റെ തൊള്ളയിൽ കൂടെ കുറച്ച് പോയി തലമുടി നിറഞ്ഞു. ഇവിടെ മൂപ്പരുടെ ചെട്ടി വരെ ഉള്ളതാണ് പറയണത്. ഇത് മാത്രമായിട്ട് ഇവന്റെ ഇവിടെ നനഞ്ഞു. ഡ്രിഫ്റ്റിംഗ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഫോണ് വെള്ളത്തിൽ പോകുന്നു പറഞ്ഞോണ്ട് ഞങ്ങൾ ഡ്രിഫ്റ്റിംഗ് എടുത്തില്ല. ഫോട്ടോ എടുക്കാനല്ലോ, ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്കായി. അപ്പൊ ഇവിടെ ഒരു കരയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാം. വേഗം അൺസബ്സ്ക്രൈബ് ചെയ്തോട്ടോ. ആ ഡോർ അടയ്ക്കാൻ ഓ ക്യാ ബാത്ത്.
ഞാനാണ് ഈ ഷിപ്പിന്റെ അപ്പൊ ഇനി ഫുഡ് എല്ലാം സെർവ് ചെയ്യും. അപ്പൊ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഫുഡ് ഉണ്ട് ഫ്രൈ, പപ്പടം, ആയില്ലേ എല്ലാം ആയില്ലേ ഫുഡ് എങ്ങണ്ട് ചേച്ചി ഫുഡ് എങ്ങണ്ട് എനിക്ക് എല്ലാരും നല്ല ഫുഡ് അടിയാണ്. ഗൈസ് ഞങ്ങൾ ഡമഷറാക്സ് കളിക്കാണ് ഗൈസ്. ഞങ്ങൾക്ക് വൈകിട്ട് ചായയും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാരും പഴംപൊരി ചായ. ഇവിടെ കഴിഞ്ഞ ഗെയിമിന്റെ തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണ കൈ. ഇതാ ആ മൂന്നെണ്ണം കള്ളപ്പറക്കിന്റെ അന്യാറ്റങ്ങളാ. അതായിരിക്കണോ? അതെ ഈ വർത്താനം പറയാനാണ് കള്ളപ്പറക്കിന്റെ ഫസ്റ്റ് ആള്. അല്ല അവൻ തരും നമ്മള് കുട്ടികളെ താലോലിക്കണത് എങ്ങനെയാ? അമ്മൂന്ന് വിളിച്ചിട്ടാണ്. ഹലോ ഗൈസ്, അപ്പോൾ സമയം 5 മണിയായി. ഫുൾ ഭയങ്കര വെയിൽ കിട്ടുന്നില്ല. 5 മണിയായി. അപ്പോൾ ഞങ്ങളുടെ പരിപാടികൾ തീർന്നു. അപ്പൊ എന്റെ ഇടയ്ക്ക് കയറി വരും അമ്മ. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ കഴിഞ്ഞു എത്തി. ഇതാ അവിടെ കുറെ ബോട്ടുകളുണ്ട്. അവിടെ ഞങ്ങളുടെ ബോട്ട് നിർത്താൻ പോകണം. തുടങ്ങിയത് അവിടെ കഴിയണതും അവിടെ. നമ്മളെ ബോട്ട് സൈഡാക്കാൻ പോകുന്നത്. അതെ, ബോട്ട് സൈഡാക്കാൻ പോവാം. ഇനി നേരെ ഇവിടെ ഏതൊരു ആലപ്പുഴ ഏതോ മോദി ഉദ്ഘാടനം ചെയ്തൊരു പാലുണ്ടെന്ന് താഴത്ത് അവിടെ താഴത്ത് പറയാനുണ്ട്. മോദി ഉദ്ഘാടനം ചെയ്തൊരു പാലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ആ പാലം കാണാൻ പോകും. ആ പാലാണോ ചുവപ്പ് പാലം? അല്ല അല്ല. ഓക്കെ, വേറൊരു പാലുണ്ട്. അപ്പൊ ആ പാലം കാണാൻ പോണം. പിന്നെ അവിടുന്ന് മെട്രോയില് അച്ചാച്ചനും അച്ഛനും മെട്രോ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവരൊന്നും മെട്രോയിൽ കയറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ മെട്രോയില് കയറണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ പരിപാടികൾ ഇവരൊക്കെ രാത്രി നൈറ്റ് നിൽക്കാൻ വേണ്ടി എടുത്തായിരിക്കും അല്ലേ? അതെ, കുറെ പേര് ഇപ്പോഴാണ് വരുന്നത്. അതെ. ആ ഇവൻ കുട്ടി എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? നല്ലതായിരുന്നു. പക്ഷേ സ്പീഡ് ബോട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയില്ല. അതിനാൽ വളരെ വിഷമം. ഓക്കെ, ഇവരുണ്ടായിരുന്നില്ല. ഇവര് ചെറിയ കുട്ടികളാന്ന് പറഞ്ഞ് ഇവരെ നമ്മൾ ഒഴിവാക്കി. അപ്പൊ ഇവിടെ വളരെ വിഷമകരായി. ഇവിടെ കരഞ്ഞ് പൊളിച്ചു. ഇവള് കരഞ്ഞ് ജസ്റ്റ് കണ്ണിന് കുറച്ച് വെള്ളം വന്നു. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇവനെയും കൊണ്ടുപോയിട്ടില്ല. അവൻ കരഞ്ഞില്ല. ഒഴുതുക്കി പിടിച്ചു. ഇവൻ കരഞ്ഞില്ല. ഓക്കെ, അപ്പൊ ശരി. ഞങ്ങൾ 5 മണിയായി ആവാറായി. സോറി, ഇവിടെ തളവം കിടക്കുന്ന 3 പേരാണിത്. ചിത്തു, വൈശാഖേട്ട്. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. കുറച്ചു നേരം കൂടെ ഞങ്ങൾക്ക് ഫുൾ ഡേ ആണല്ലേ. പക്ഷേ അവിടെ കരയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി ഇറങ്ങട്ടെ. എല്ലാവരും റെഡിയായി. ഞങ്ങള് പോയി ഇറങ്ങട്ടെ. ഇതൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഇറങ്ങല്ലേ. ഞങ്ങൾ ബസ്സിന്റെ അവിടേക്ക് നടക്കുകയാണ്. കഴിഞ്ഞു. വണ്ടി ഇടിക്കേണ്ടത് ഇങ്ങോട്ട് ഇനി നങ്ങി നമ്മളെ എങ്ങോട്ടാ പോകണം? നേരെ വീട്ടിലേക്കാണോ? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റർ എന്ത്? നോ ഇനി നോ മോർ ടെസ്റ്റിംഗ്. അപ്പൊ ഞങ്ങളുടെ
ട്രിപ്പ് കഴിഞ്ഞു. ഞാനിങ്ങനെ ഇവിടെ എറണാകുളത്ത് ഇറങ്ങും. ഇവര് നേരെ വീട്ടിൽ പോകും. കാരണം എനിക്ക് പുറത്താക്കല്ല, എനിക്ക് മറ്റന്നാ വർക്ക് ഉണ്ട്. വീട്ടിൽ പോയി തിരിച്ചു വരികയെന്ന് എനിക്ക് ടാസ്കാ. അപ്പൊ ഞാൻ ഇവിടെ എറണാകുളത്ത് ഇറങ്ങും. എന്നിട്ട് ഞാൻ നേരെ റൂമിൽ പോകും. ഇവരെല്ലാം വീട്ടിൽ പോകും. അപ്പൊ പോവാണ് ഗൈസ്. ഇറങ്ങാനായി, എത്തിയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അതിന് മുമ്പേ ബൈ ഗൈസ്. ഞാൻ പോയില്ല. പോകുന്നില്ല. കുറച്ച് നേരം പോവാ കൂടി ഞാൻ ഇവിടെ പറയുകയാണ് ഗൈസ്. ഞാൻ ഹോസ്റ്റലിൽ പോകുമ്പോൾ ഒരു നേരം വീട്ടിൽ പോകും. സങ്കടമൊന്നുമില്ല എനിക്ക്, ചെറിയ വിഷമമുണ്ട്. അതത്ര ഞാൻ വിചാരിച്ചു ബെഡ് പോയിട്ട് കഴിക്കണാണോ. അല്ല, ബെഡ് ഞാൻ ശവമാണ്. 9:30 ഞാൻ കടന്നുറങ്ങോട്. അപ്പൊ ബൈ. ഈ വ്ളോഗ് ഇതോടെ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെയല്ല, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ ഇതേ ഡയലോഗ് ഞാൻ കേട്ടല്ലോ അവിടുന്ന്. അത് വേറെ അത് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇല്ലല്ലോ, 1 മിനിറ്റ് കൊണ്ട് എത്തും. അപ്പൊ ഓക്കെ, ഞാൻ വ്ളോഗ് ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ ഇടും എന്നാണ് നിഗമനം. ഏത് കാലത്താണ് ചോദിക്കുന്നത്. ആ എൻഗേജ്മെന്റ് വ്ളോഗ് 2 ആഴ്ച കഴിഞ്ഞാ ഞാനില്ല. ഇങ്ങനൊരു വിഷുവിന്റെ വ്ളോഗ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ബൈ ഗൈസ്.